Assalamu alaikum. Hello dear students. So in the last class we have discussed about the refining of metals. In the refining of metals there is different methods we adopted, that is distillation, liquefaction, then electrolytic refining. So we adopt different methods. Okay, and today we are going to learn the industrial production of iron. Okay, so the industrial production of iron. Industrial production of what? Industrial production of iron. Fe എന്താണെന്ന് അറിയാമല്ലോ, അയണിൻ്റെ സിമ്പിളാണ് Fe എന്ന് പറയുന്നത്. ആൻഡ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റിസ് എക്സെട്ര ആർ ദ മിനറൽസ് ഓഫ് അയൺ. അപ്പോൾ ഏതൊക്കെയാണ് അയണിൻ്റെ മിനറൽസ് എന്ന് പറയുന്നത്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. നമുക്കറിയാം അലൂമിനിയത്തിൻ്റെ എന്താണ് ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റിസ് ആർ ദ എക്സെട്ര ആർ ദ മിനറൽസ് ഓഫ് അയൺ. അപ്പോൾ അയണിൻ്റെ മിനറൽസ് ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ് ഉണ്ട്, ദെൻ മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റിസ്. ഇതൊക്കെ എന്തിൻ്റെ മിനറൽസ് ആണ്? അയണിൻ്റെ മിനറൽസ് ആണ്. ഓക്കെ, വിച്ച് ആർ ദ ഓഴ്സ് ഓഫ് ദ അയൺസ് എമംഗ് ദീസ് മിനറൽസ്. അപ്പോൾ ഇതിൻ്റെ ഓർ ഏതാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹാവ് യു തോട്ട് ദ റീസൺ ഫോർ കോളിംഗ് അയൺ പൈററ്റിസ് ആസ് ഫൂൾസ് ഗോൾഡ്? നമ്മൾ പറഞ്ഞു അയൺ പൈറൈറ്റിസ്, ഹേമറ്റൈറ്റ് ഇതൊക്കെ എന്തിൻ്റെ മിനറൽസ് ആണെന്ന് പറഞ്ഞു? നമ്മുടെ അയണിൻ്റെ മിനറൽസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് അയൺ പൈററ്റിസിനെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ അയൺ പൈററ്റിസ് ഇസ് കോൾഡ് വാട്ട്? ഫൂൾസ് ഗോൾഡ്. അയൺ പൈററ്റിസിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഫൂൾസ് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, it is known as the fool's gold as it has yellow brazen color which resembles gold. എന്തുകൊണ്ടാണ് അയൺ പൈററ്റിസിനെ ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്നത്? ഇതിന് നമ്മുടെ ഗോൾഡിൻ്റെ കളറുമായിട്ട് വളരെ യെല്ലോ കളറുമായിട്ട് വളരെ ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എന്തായിട്ട് തോന്നും? അത് സ്വർണം പോലെ തോന്നും. അതുകൊണ്ടാണ് അയൺ പൈററ്റിസിനെ എന്തെന്ന് പറയുന്നത്? ഫൂൾസ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അയണിൻ്റെ മിനറൽസ് എന്ന് പറയുന്നത്? ഹേമറ്റൈറ്റ്, പിന്നെ ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റിസ്. അപ്പോൾ അയൺ പൈററ്റിസ് ഇസ് കോൾഡ് ഫൂൾസ് ഗോൾഡ്. അയൺ പൈററ്റിസിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫൂൾസ് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അതിന് ആ ഒരു യെല്ലോ കളറും അല്ലെങ്കിൽ അതിനൊരു റിസംബ്ലൻസ് ഉണ്ട്. ഇറ്റ് ഹാസ് റിസംബ്ലൻസ് ടു ദ ഗോൾഡ്. ഗോൾഡുമായിട്ട് എന്താ ഉണ്ട്? റിസംബ്ലൻസ് ഉണ്ടായതുകൊണ്ടാണ് അയൺ പൈററ്റിസിനെ എന്തെന്ന് വിളിക്കുന്നത്? അയൺ പൈററ്റിസ് ഇസ് കോൾഡ് ഫൂൾസ് ഗോൾഡ്. ഓക്കെ, സോ അയൺ ഈസ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ് മെയിൻലി ഫ്രം ഹേമറ്റൈറ്റ്. അപ്പോൾ ഹേമറ്റൈറ്റ് ആണ് എന്തിൻ്റെ ഓറെന്ന് പറയുന്നത്? അയണിൻ്റെ ഓറെന്ന് പറയുന്നത്. ഓക്കെ, സോ ഹേമറ്റൈറ്റ് അയണിൻ്റെ ഓറെന്ന് പറയുന്നത് എന്താണ്? ഹേമറ്റൈറ്റ് ആണ് അയണിൻ്റെ ഓർ എന്ന് പറയുന്നത്. ഓക്കെ, ഹേമറ്റൈറ്റ് ഈസ് ദ ഓർ ഓഫ് അയൺ. അയണിൻ്റെ പിന്നെ അയണിൻ്റെ ഓർ എന്ന് പറയുന്നത് എന്താണ്? ഹേമറ്റൈറ്റ് ആണ് അയണിൻ്റെ ഓർ എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം ദിസ് ദ ഇംപ്യൂരിറ്റീസ് ഹാവിങ് ലോ ഡെൻസിറ്റി ആർ റിമൂവ്ഡ് ബൈ വാഷിംഗ്. നമുക്കറിയാം ഓറിൽ നിന്ന് നമുക്ക് എന്തിനെ എക്സ്ട്രാക്ട് ചെയ്യണം? ഫ്രം ദ ഓർ വി വാണ്ട് ടു എക്സ്ട്രാക്ട് ദ മെറ്റൽ അല്ലേ? ഓറിൽ നിന്ന് നമുക്ക് മിനറലിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഓറിൻ്റെ കോൺസെൻട്രേഷൻ നടക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ദെൻ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് എക്സ്ട്രാക്ഷൻ ഓഫ് ദ ഓർ ഫ്രം ദ മെറ്റൽ. പിന്നീട് നമ്മൾ അതിനെ ഓറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നീട് അതിൻ്റെ പിന്നെ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യുന്നു. ദാറ്റ് ആർ ദ 3 സ്റ്റെപ്സ് അല്ലേ? അത് മൂന്നുമാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? അതായത് ഹേമറ്റൈറ്റ് ആണെന്ന് പറയുന്നത്. ഹേമറ്റൈറ്റ് ഈസ് ദ ഓർ ഓഫ് അയൺ. അയണിൻ്റെ ഓർ എന്ന് പറയുന്നത് ഏതാണ്? ഹേമറ്റൈറ്റ് ആണ് അയണിൻ്റെ ഓർ എന്ന് പറയുന്നത് നമുക്കറിയാം. ഓക്കെ, ആൻഡ് ഫ്രം ദിസ് ദ ഇംപ്യൂരിറ്റീസ് ഹാവിങ് ലോ ഡെൻസിറ്റി ആർ റിമൂവ്ഡ് ബൈ വാഷിംഗ്. അപ്പോൾ ഇതിലെ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ കുറേ പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യും? പിന്നീട് നമ്മൾ അതിനെ പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എന്താണ്? ഇതിൻ്റെ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ ലോ ഡെൻസിറ്റിയിലുള്ള ഇംപ്യൂരിറ്റീസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? ഫസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ, വാഷിംഗ് ഓർ ലെവിഗേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? വാഷിംഗ് ഓർ ഹൈഡ്രോളിക് വാഷിംഗ് നമ്മൾ പഠിച്ചില്ലേ? സോ ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലെവിഗേഷൻ. ഹൈഡ്രോളിക് വാഷിങ്ങിലൂടെയോ ലെവിഗേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നത്. സോ ദ ഇംപ്യൂരിറ്റീസ് ആർ റിമൂവ്ഡ് ബൈ വാഷിംഗ് ഓർ ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലെവിഗേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ ഈസ് ഓൾസോ എംപ്ലോയിഡ് ഫോർ റിമൂവിങ് ഇംപ്യൂരിറ്റീസ്. നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? മാഗ്നറ്റിക് സെപ്പറേഷനും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് സെപ്പറേഷൻ ഈസ് ഓൾസോ എംപ്ലോയിഡ് ഫോർ റിമൂവിങ് ഇംപ്യൂരിറ്റീസ്. ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? മാഗ്നറ്റിക് സെപ്പറേഷനും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ എന്താണ്?
അപ്പോൾ നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയണിൻ്റെ പ്യൂരിഫിക്കേഷനിൽ എന്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്? നമ്മൾ വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ, വാഷിങ്ങോ ലെവിഗേഷനോ അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷനോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ആൻഡ് ദ ഓർ ഈസ് ദസ് ഒബ്റ്റൈൻഡ് ഈസ് സബ്ജക്റ്റ് ടു റോസ്റ്റിംഗ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഓറിനെ എന്ത് ചെയ്യും നമ്മൾ? നമുക്ക് എന്ത് ചെയ്യുന്നു? ഓറിനെ നമുക്ക് കിട്ടിയല്ലേ? ഓറിനെ നമ്മൾ എന്ത് ചെയ്യും? ഓറിനെ നമുക്കറിയാം, നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ചതാണ് റോസ്റ്റിംഗ്. റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. അപ്പോൾ റോസ്റ്റിങ്ങും കാൽസിനേഷനും നമ്മൾ പഠിച്ചു ചെയ്യണമല്ലേ? അതായത് റോസ്റ്റിങ്ങും കാൽസിനേഷൻ നമ്മൾ എന്താണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിൻ്റെ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാണ് നമ്മൾ 2 മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ. കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആബ്സെൻസ് അല്ലേ? ഹീറ്റിൻ്റെ ആബ്സെൻസിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറ്റിൻ്റെ പ്രസൻസിൽ ചെയ്യുന്ന പ്രോസസ്സാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഹീറ്റിൻ്റെ പ്രസൻസ് വേണം എന്ത് ചെയ്യാനായിട്ടാണ്? ഹീറ്റ് ചെയ്യാനാണ്. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയണിൽ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. ഇമ്പ്യൂരിറ്റീസിനെ ഫോർ ദ റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് വി യൂസ്ഡ് വാഷിംഗ് ഓർ ലെവിഗേഷൻ. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ യൂസ് ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓറിന് നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് ഓറാണ് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വാഷിംഗ് ഓർ ലെവിഗേഷൻ ആണ്. അയണിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. ദെൻ അതിൻ്റെ ഓറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റിൻ്റെ പ്രസൻസിൽ ചെയ്യുന്ന പ്രോസസ്സാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഓർ ഈസ് ഒബ്റ്റൈൻഡ് സബ്ജക്റ്റ് ടു റോസ്റ്റിംഗ്. അപ്പോൾ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തിന് വിധേയമാക്കുന്നു? റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. ഡ്യൂറിങ് റോസ്റ്റിംഗ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സൾഫർ, അഴ്സനിക്, ഫോസ്ഫറസ് എക്സെട്ര ആർ റിമൂവ്ഡ് ആസ് ദെയർ ഗേഷ്യസ് ഓക്സൈഡ്. അപ്പോൾ റോസ്റ്റിംഗ് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഡ്യൂറിങ് റോസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള സൾഫർ, അഴ്സനിക്, ഫോസ്ഫറസ് ഒക്കെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ ഗേഷ്യസ് ഓക്സൈഡ്സ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ സ്റ്റെപ്പ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാഷിംഗ് ഓർ ലെവിഗേഷൻ ആണ് അവിടെ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ വാഷിംഗ് ഓർ ലെവിഗേഷൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ വി യൂസ്ഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഓറ് നമുക്ക് കിട്ടുന്ന ഓർ കോൺസെൻട്രേഷൻ കഴിഞ്ഞ് ഓറിൻ്റെ കോൺസെൻട്രേഷൻ ഏത് വഴിയാണ് ചെയ്യുന്നത്? വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ വഴിയാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന ഓറിനെ എന്ത് ചെയ്യുന്നു? റോസ്റ്റിംഗ് നടത്തുന്നു. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോസ്റ്റിംഗ് ഈസ് ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ്. ഹീറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ റോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള സൾഫൈഡ്സ്, പിന്നെ എന്തൊക്കെയായിരുന്നു? സൾഫർ, അഴ്സനിക്, ഫോസ്ഫറസ് ഒക്കെ അതിൻ്റെ ഗേഷ്യസ് ഓക്സൈഡ്സ് ആയിട്ട് തന്നെ അതിൽ നിന്ന് എന്തായി കഴിഞ്ഞു? റിമൂവ് ആയി കഴിഞ്ഞു. ഓക്കെ. ആൻഡ് വാട്ടർ ഈസ് ഓൾസോ എക്സ്പെൽഡ് അലോങ് വിത്ത് ദിസ്. അപ്പോൾ ഇങ്ങനെ അതിൽ നിന്ന് ഫോസ്ഫറസ് ഒക്കെ നമ്മൾ പറഞ്ഞു അതിൽ നിന്ന് റിമൂവ് ആവുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഫോസ്ഫറസിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? വാട്ടർ അലോങ് വിത്ത് ദിസ് ഇമ്പ്യൂരിറ്റീസ് വാട്ടർ ഓൾസോ റിമൂവ്ഡ്. ഈ ഇമ്പ്യൂരിറ്റീസിനോടൊപ്പം തന്നെ വാട്ടർ എന്ത് ചെയ്യുന്നു? അവിടെ റിമൂവ് ആവുന്നു അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുന്നു. ഓക്കെ. ബട്ട് ദ ഗേഷ്യസ് സിലിക്കൺ ഡയോക്സൈഡ് പ്രസൻറ്റ് ഇൻ ദ ഓർ ഇസ് നോട്ട് റിമൂവ്ഡ്. ഇതിനകത്ത് ഇതിലൊരു എന്താണ്? ഗേഷ്യസ് സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ട്. ഈ ഓറിനകത്ത് എന്തോ ഉണ്ട്? ഗേഷ്യസ് സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ. ഗേഷ്യസ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ ഇതെന്ത് ചെയ്യത്തില്ല? ഇതിൽ നിന്ന് റിമൂവ് ആവത്തില്ല. ഓക്കെ. സോ അപ്പോൾ നമുക്ക് എന്തിനെ റിമൂവ് ചെയ്യണം? ഇതിനെ റിമൂവ് ചെയ്യണം, ഗേഷ്യസ് സിലിക്കൺ ഡയോക്സൈഡ്. റോസ്റ്റിംഗ് വഴി അതിനകത്തുള്ള സൾഫറും അതുപോലുള്ള കണ്ടൻ്റൊക്കെ എന്ത് ചെയ്തു? റിമൂവ് ആയി കഴിഞ്ഞു. പിന്നീട് അതിൽ എന്താ ഉണ്ട്? ഗേഷ്യസ് സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ട്. ഈ ഗേഷ്യസ് സിലിക്കൺ ഡയോക്സൈഡ് എന്ത് ചെയ്യത്തില്ല? അതിൽ നിന്ന് റിമൂവ് ആവത്തില്ല. അപ്പോൾ അത് റിമൂവ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് റിമൂവ് ആക്കണം അല്ലേ? സോ ബട്ട് ദ ഗേഷ്യസ് സിലിക്കൺ ഡയോക്സൈഡ് പ്രസൻറ്റ് ഇൻ ദ ഓർ ഇസ് നോട്ട് റിമൂവ്ഡ്. ഓറിനകത്ത് ഗേഷ്യസ് സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ട്, അത് മാത്രം എന്ത് ചെയ്യുന്നില്ല? റിമൂവ് ആവുന്നില്ല. സോ ഈ ഹേമറ്റൈറ്റിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക? നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊരു പിക്ചർ ഉണ്ട്, ബ്ലാസ്റ്റ് ഫർണസ് ഫിഗർ 4.6 കേട്ടോ. ഫിഗർ 4.6 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിഗർ 4.6 എന്ന് പറയുന്നത് ഒരു ബ്ലാസ്റ്റ് ഫർണസിൻ്റെ പിക്ചറാണ്, ഫിഗറാണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ഇട്ടാണ് നമ്മൾ ഹേമറ്റൈറ്റിനെ എന്ന് പറയുന്ന ആ ഒരു ഓറിൽ നിന്ന് നമ്മൾ അയണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അയണിനെ നമ്മൾ എന്തെടുക്കുന്നത്? അയണിനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്ലാസ്റ്റ് ഫർണസ്. നമ്മൾ ചൂള എന്നൊക്കെ പറയും, നന്നായിട്ട് ഹീറ്റ് കൊടുത്തിട്ടാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് ദ ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിലാണ് അയണിൻ്റെ ആ ഒരു എന്താണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നടക്കുന്നത്. എവിടെയാണ്? ഈ ഒരു ബ്ലാസ്റ്റ് ഫർണസിലാണ്. കണ്ടോ, നന്നായിട്ട് ഹീറ്റ് കൊടുക്കും ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്ത്. നമ്മൾ ചൂള എന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ് സാധനം എന്ന് പറയുന്നത്. ഓക്കെ. സോ ബ്ലാസ്റ്റ് ഫർണസ്.
ആൻഡ് ഹേമറ്റൈറ്റ് എന്ന് പറയുന്നതാണ് നമുക്കറിയാലോ. നമുക്ക് ഹേമറ്റൈറ്റ് എന്ന് പറയുന്നതാണ് എന്തിൻ്റെ ഓർ എന്ന് പറയുന്നത്, അയണിൻ്റെ ഓർ എന്ന് പറയുന്നത് ഏതാണ്, ഹേമറ്റൈറ്റ് ആണ് അയണിൻ്റെ ഓർ എന്ന് പറയുന്നത്. ആൻഡ് ദ ഹേമറ്റൈറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അയൺ യൂസിങ് ദ ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോൾ ഹേമറ്റൈറ്റിൽ നിന്ന് അയൺ എന്ന് പറയുന്ന മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ആൻഡ് ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ ഈസ് പാസ് ത്രൂ ദ ബോട്ടം ഓഫ് ദ ഫർണസ്. ഫർണസിൻ്റെ ബോട്ടത്തിലൂടെ എന്ത് ചെയ്യുന്നു, ഫർണസിൻ്റെ ബോട്ടത്തിലൂടെ എന്ത് പാസ് ചെയ്യുന്നു, നന്നായിട്ട് ഹീറ്റ് കൊടുക്കുന്നു. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ഹീറ്റാണ് അവിടെ, നന്നായിട്ട് ഹീറ്റ് കൊടുക്കും. ആൻഡ് ദാറ്റ് ഈസ് വൈ ദ ഫർണസ് ഈസ് കോൾഡ് ബ്ലാസ്റ്റ് ഫർണസ്. അതുകൊണ്ടാണ് അതിനെ ആ ഒരു ബ്ലാസ്റ്റ് ഫർണസ്, അത്രയും ഹീറ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ബ്ലാസ്റ്റ് ഫർണസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വൈ ദ ഫർണസ് ഈസ് കോൾഡ് ബ്ലാസ്റ്റ് ഫർണസ്. അതുകൊണ്ടാണ് അതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് അറിയപ്പെടുന്നത്. ഹേമറ്റൈറ്റ്, ലൈംസ്റ്റോൺ ആൻഡ് കോക്ക് ആർ ഫെഡ് ഇൻ ടു ദ ഫർണസ് ത്രൂ എ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ഫർണസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ഉണ്ട്, ലൈംസ്റ്റോൺ ഉണ്ട്, കോക്ക് ഉണ്ട്. ഓക്കെ, ഹേമറ്റൈറ്റ്, ലൈംസ്റ്റോൺ, കോക്ക്. അപ്പം നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ഹേമറ്റൈറ്റ്, കോക്ക് ഉണ്ട്, ദെൻ കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ലൈംസ്റ്റോൺ. ഓക്കെ, സോ വാട്ട് ആർ ദ ഇതിനകത്തെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, നമ്മൾ ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ഇടുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് ഇടേ. ഫസ്റ്റ് വൺ ഏതായിരുന്നു, ഹേമറ്റൈറ്റ് അല്ലേ, ഹേമറ്റൈറ്റ്. പിന്നെന്തായിരുന്നു, ഹേമറ്റൈറ്റ്, കോക്ക്. ഹേമറ്റൈറ്റ്, കോക്ക്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ആരാണ്, ലൈംസ്റ്റോൺ. അപ്പം നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. കോക്ക് നമുക്കറിയാം കാർബൺ ആണ്, ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, ഹേമറ്റൈറ്റ് ഓറാണ്. Fe2O3 ആണ് ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത്. സോ അത് ഓർത്തിരിക്കുക, ഹേമറ്റൈറ്റ് എന്താണ്, ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3 ആണ്. സോ ഹിയർ എന്തൊക്കെയായിരുന്നു റിയാക്ഷൻ എന്ന് പറയുന്നത്, കോക്ക് ഉണ്ടല്ലേ, കാർബണും അതിനകത്ത് എന്തുണ്ട്, ഓക്സിജൻ ഉണ്ടല്ലോ അതിനകത്തായിട്ട്. അപ്പോൾ കാർബണും ഓക്സിജനും കൂടെ കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഹീറ്റ്. എക്സോതെർമിക് റിയാക്ഷൻ ആണല്ലേ. സോ കാർബൺ പ്ലസ് ഓക്സിജൻ, കാർബൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇതിനകത്ത് കോക്ക് ഉണ്ട്, പിന്നെ അതിന് എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓൾസോ ലിബറേറ്റ് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു. ആൻഡ് അടുത്ത പ്രോസസ്സ് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഹീറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ പ്ലസ്. ഈ ഒരു റിയാക്ഷൻസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. സോ കാർബൺ ഡൈ ഓക്സൈഡ്, നമുക്കറിയാം കോക്കാണ്, പിന്നെ ഹീറ്റ് അത് അവിടെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു, കാർബൺ മോണോക്സൈഡ്. അവിടെ എന്ത് ഫോം ചെയ്യുന്നു, ഇതിൽ നിന്ന് ഫ്രം ദിസ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ആൻഡ് ഹീറ്റ് ദെയർ ഫോംസ് ദ കാർബൺ മോണോക്സൈഡ്. ഇതിൽ നിന്ന് എന്ത് ഫോം ചെയ്യുന്നു, കാർബൺ മോണോക്സൈഡ്. CO മീൻസ് കാർബൺ മോണോക്സൈഡ്. ഓക്കെ, ദ റിഡക്ഷൻ ഓഫ് ഹേമറ്റൈറ്റ് ഇൻറ്റു അയൺ ഈസ് ഡൺ മെയിൻലി ബൈ ദിസ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇത്രയും മനസ്സിലാക്കുക, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇവിടെ ഹേമറ്റൈറ്റ്, നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ ഹേമറ്റൈറ്റിനെ അയണായിട്ട് കൺവേർട്ട് ചെയ്യണമല്ലേ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വി ആർ ലേണിംഗ് ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആൻഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ വി ഡൺ ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസിലാണ് ചെയ്യുന്നത്. ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ് ദർ ഈസ് ഹേമറ്റൈറ്റ്, കോക്ക് ആൻഡ് ലൈംസ്റ്റോൺ. ഹേമറ്റൈറ്റ് Fe2O3, കോക്ക് കാർബൺ ആണ്, ലൈംസ്റ്റോൺ കാൽസ്യം കാർബണേറ്റ്. ദെൻ ഹിയർ ദ കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ. കാർബൺ മീൻസ് കോക്ക് ആണ് കേട്ടോ. കോക്ക് നമ്മൾക്കറിയാം ബ്ലാസ്റ്റ് ഫർണസിലുണ്ടല്ലോ, അവിടെയുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഹീറ്റ്, കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും ഉണ്ടാവുന്നു. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഹീറ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു, കാർബൺ മോണോക്സൈഡ്. അപ്പം അയണിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഏതെന്ന് പറയുന്നത്, കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ദ റിഡക്ഷൻ ഓഫ് ഹേമറ്റൈറ്റ്, നമുക്കറിയാമല്ലോ റിഡക്ഷൻ പ്രോസസ്സ് ഉണ്ടെന്ന് അറിയത്തില്ലേ. രണ്ടാമത്തെ നമ്മൾ എന്തായിരുന്നു, നമ്മൾ പിന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ റോസ്റ്റിംഗ് നടത്തുന്നു, കാൽസിനേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, റിഡക്ഷൻ നടത്തുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. സോ ഹിയർ ദ റിഡക്ഷൻ, the reduction of hematite is into iron is done mainly by this carbon monoxide. ഈ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ റിഡക്ഷൻ നമ്മൾ നടക്കുന്നത്. അതായത് Fe2O3യും പിന്നീട് നമുക്കറിയാം ഹേമറ്റൈറ്റ് ഉണ്ടല്ലേ, Fe2O3 പ്ലസ്
കാർബൺ മോണോക്സൈഡും Fe2O3 കൂടെ എന്ത് ചെയ്യുന്നു, തമ്മിൽ കമ്പൈൻ ചെയ്ത് അയണും, നമുക്ക് അയൺ കിട്ടിക്കഴിഞ്ഞു അവിടെ, പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡും അയണും എന്തുമായിട്ട് മാറുന്നു, 3CO2. ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഇൻ ദ 9th സ്റ്റാൻഡേർഡ് യു ലേൺ ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ. എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഉള്ള നമ്പേഴ്സ് നോക്കുക, ആ നമ്പേഴ്സ് തന്നെയാണോ റൈറ്റ് സൈഡിലെന്ന് നോക്കുക. ഇനി ആ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, അതിനനുസരിച്ച് ബാലൻസ് ചെയ്യണം. 9th നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ചാപ്റ്റർ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ബാലൻസിങ് നമുക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ ടൈമില്ല. Okay, so Fe2O3 plus carbon monoxide gives 2Fe plus 3CO2. Okay, so ഇവിടെ ഇതെന്താണ്, ഹേമറ്റൈറ്റ് ആണിത്. ഹേമറ്റൈറ്റ് and combines with carbon monoxide. Carbon monoxide here is the reducing agent and forms the iron form ചെയ്തു and carbon dioxide. So കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ്. പിന്നെ നമ്മൾക്ക് ഇവിടെ നമ്മൾ കാൽസ്യം കാർബണേറ്റിൻ്റെ കാര്യം എല്ലാം പറഞ്ഞു. ഇപ്പം നമ്മൾ കോക്കിൻ്റെ കാര്യം പറഞ്ഞു, ഹേമറ്റൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഇതിനകത്ത് എന്താ ഉണ്ട്, കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഹിയർ ദർ ഈസ് കാൽസ്യം കാർബണേറ്റ്. ലൈം സ്റ്റോൺ ഇടുമെന്ന് പറഞ്ഞില്ലേ. സോ കാൽസ്യം കാർബണേറ്റ് എന്തായിട്ട് മാറുന്നു, കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസസ് ടു ഗീവ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ ദ ഫർണസ്. ആ ഫർണസിലെ ഹൈ ടെമ്പറേച്ചറിൽ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഇത് വെരി സിമ്പിളാണ്, ലിസൺ ചെയ്യാം. നമ്മൾ ആ ഒരു സ്റ്റെപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസിയാണ്. കാൽസ്യം കാർബണേറ്റ് എന്ത് ചെയ്യുന്നു, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഇവിടെ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ് കേട്ടോ. ഫ്ലക്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം. ഗ്യാങ് എന്ന് പറയുന്നത് എന്താണ്, ഇംപ്യൂരിറ്റീസ് ആണ് ഗ്യാങ്. അപ്പോൾ ഈ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഏതാണ്, ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഏതാണ്, കാൽസ്യം ഓക്സൈഡ് ആണ് ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ദ കാൽസ്യം ഓക്സൈഡ് ഫ്ലക്സ് റിയാക്ട്സ് വിത്ത് SiO2. ഇവിടുത്തെ ഗ്യാങ് എന്ന് പറയുന്നത് സിലിക്കൺ ഓക്സൈഡ് ആണ്. ഇവിടുത്തെ ഗ്യാങ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സിലിക്കൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതിനെ റിമൂവ് ചെയ്തിട്ടില്ല എന്ന്. അപ്പം കാൽസ്യം ഓക്സൈഡ് ആയിട്ടുള്ള ഫ്ലക്സ് നമ്മുടെ ഇംപ്യൂരിറ്റി ആയിട്ടുള്ള സിലിക്കൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. സിലിക്കൺ ഡൈ ഓക്സൈഡ് ഇവിടുത്തെ എന്താണ്, കാൽസ്യം ഓക്സൈഡ് ഫ്ലക്സ് ആണ്. ആൻഡ് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഈസ് ദ ഗ്യാങ്. സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഗ്യാങ് ആണ്. ഓക്കെ, ആൻഡ് ഈ ഫ്ലക്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്ലക്സ് ഈ ഗ്യാങ്ങിനെ റിമൂവ് ഇതിനുള്ള ഇംപ്യൂരിറ്റി ആയുള്ള ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കാൽസ്യം എന്താണ്, CaSiO3 അത് ഫോം ചെയ്യുന്നു. CaSiO3 ഫ്ലക്സും ഗ്യാങ്ങും കൂടെ ചേർന്ന് അതിനെ പറയുന്ന പേരാണ് സ്ലാഗ്. ഓക്കെ, ഫ്ലക്സ് ഗ്യാങ്. ഹിയർ ദ ഫ്ലക്സ് എന്ന് പറയുന്നത് ഏതാണ്, ഹിയർ ദ ഏതായിരുന്നു ഫ്ലക്സ് എന്ന് പറയുന്നത്, കാൽസ്യം ഓക്സൈഡ്. ഗ്യാങ് എന്ന് പറയുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ഫ്ലക്സ് ആൻഡ് ഗ്യാങ്, ഹിയർ ദ ഫ്ലക്സ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലക്സ് ആൻഡ് ഗ്യാങ് ടുഗെദർ ഫോം ദ സ്ലാഗ്. ഫ്ലക്സും ഗ്യാങ്ങും കൂടെ ചേർന്ന് സ്ലാഗ് ഉണ്ടാകുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. ആൻഡ് ഇഫ് ദ ഗ്യാങ് ഈസ് അസിഡിക് ഇൻ നേച്ചർ, ഇപ്പം നമ്മുടെ ഗ്യാങ് അസിഡിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബേസിക് ആയിട്ടുള്ള ഗ്യാങ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ ഗ്യാങ് ഈസ് അസിഡിക് ഇൻ നേച്ചർ ബേസിക് ഫ്ലക്സ് ഈസ് ടു ബി യൂസ്ഡ്. ഇഫ് ദ ഗ്യാങ് ഈസ് ബേസിക് ഇൻ നേച്ചർ അസിഡിക് ഫ്ലക്സ് ഈസ് യൂസ്ഡ്. ഇവിടെ നമുക്ക് കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് നേച്ചറാണ്. ഓക്കെ, അപ്പം സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ നമ്മൾ ഗ്യാങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബേസിക് അസിഡിക് ഫ്ലക്സ് ആണെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കും, ബേസിക് ആയിട്ടുള്ള ഗ്യാങ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. ദ മോൾട്ടൺ സ്ലാഗ് ഈസ് ബീങ് ഡെൻസ് ഫ്ലോട്ട്സ് ഓവർ ദ മോൾട്ടൺ അയൺ. അപ്പോൾ ഈ സ്ലാഗ് എന്ത് ചെയ്യുന്നു, ഈ മോൾട്ടൺ അയണിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് നടക്കുന്നു. സ്ലാഗ് ആൻഡ് അയൺ ആർ ടേക്കൺ ഔട്ട് സെപ്പറേറ്റ്ലി ഫ്രം ദ ഫർണസ് ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. അപ്പോൾ സ്ലാഗും റിമൂവ് ചെയ്യുന്നു, സ്ലാഗും നമ്മുടെ അയണും കൂടെ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും, അയൺ കിട്ടും. ഓക്കെ, ദ മോൾട്ടൺ സ്റ്റേറ്റിലാണ് അയണിനെ കിട്ടുന്നത്. ദ മോൾട്ടൺ അയൺ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ് കണ്ടെയ്ൻസ് 4% കാർബൺ ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന അയണിനകത്ത് എന്തോ ഉണ്ട്, ഒരു 4%ഓളം 4% ഇംപ്യൂരിറ്റീസ് അതിലുണ്ട്. ആൻഡ് ഏതൊക്കെ ഇംപ്യൂരിറ്റീസ് ആണുള്ളത്, മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് എക്സെട്ര. ദിസ് ഈസ് കോൾഡ് പിഗ് അയൺ. അതുകൊണ്ട് ഇതിനെ എന്തെന്നറിയപ്പെടുന്നു, പിഗ് അയൺ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് പിഗ് അയൺ എന്താണെന്ന് ചോദിക്കും. അതായത് നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ട് നമ്മൾ എന്തായിരുന്നു, ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ് വി ഡൺ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ് വി ഗെറ്റ് ദ
പിഗ് അയൺ ആണ് കിട്ടുന്നത്. വാട്ട് ഈസ് പിഗ് അയൺ? ഇറ്റ് കണ്ടെയ്ൻസ് 4% impurities. വാട്ട് ആർ ദ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദ പിഗ് അയൺ? പിഗ് അയണിൽ ഏതൊക്കെ ഇമ്പ്യൂരിറ്റീസ് ആണുള്ളത്? മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. 4% ഉള്ള 4% മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു 4%, 4% ആണുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെറ്റലിൻ്റെ ആദ്യം നമ്മൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലേ, അയണിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനകത്ത് അയൺ എന്ന് പറയുമ്പോൾ ഏത് ഓറാണ് നമുക്ക്, ഏത് ഓറിൽ നിന്നാണ് നമുക്ക് അയൺ കിട്ടുന്നത്? ഒരുപാട് മിനറൽസ് ഉണ്ട്, മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, അങ്ങനെയുള്ള എന്താണ് അയൺ പൈറൈറ്റിസ്, അങ്ങനെയുള്ള ഒരുപാട് മിനറൽസ് ഉണ്ട് എന്തിനാണ്? നമ്മുടെ അയണ്. പക്ഷേ അതിൽ നിന്ന് ഏതാണ് നമ്മൾ ഓറായിട്ട് സെലക്ട് ചെയ്യുന്നത്? ഹേമറ്റൈറ്റ് ഈസ് സെലക്റ്റഡ് ആസ് ദ ഓർ. ഹേമറ്റൈറ്റ് ആണ് നമ്മൾ ഓറായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾക്കറിയാം നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഹേമറ്റൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡാണ്? ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അയണൊക്കെ ആയതുകൊണ്ട് ആ ഒരു മാഗ്നറ്റിക് നേച്ചർ ഉണ്ടല്ലോ, അതുകൊണ്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നമ്മൾ റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് നമ്മൾ മെറ്റലിനെ ആ സ്റ്റെപ്പ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം രണ്ടാമത് നമ്മൾ എക്സ്ട്രാക്ഷൻ ആണ് സ്റ്റെപ്പ്, മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻ ആണ്. ആ സ്റ്റെപ്പിൽ നമ്മൾ ഏതായിരുന്നു യൂസ് ചെയ്യുന്നത്? റോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. റോസ്റ്റിംഗ് ഉപയോഗിക്കുന്നു. റോസ്റ്റിംഗ് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറേ ഇമ്പ്യൂരിറ്റീസ്, സൾഫർ പോലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ആവുന്നു. എന്നിരുന്നാലും ഹവർ ദർ ഈ സിലിക്കൺ ഡയോക്സൈഡ് അല്ലേ, സിലിക്കൺ ഓക്സൈഡ് അതിനകത്തുണ്ട്, അത് റിമൂവ് ആവത്തില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരുന്നു? ഫ്ലക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാൽസ്യം ഓക്സൈഡ് ആണ്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതല്ല, നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ ഇടുന്ന കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത്, കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസസ് ടു കാൽസ്യം ഓക്സൈഡ് അല്ലേ. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് അത് ഡീകമ്പോസ് ചെയ്ത് മാറുന്നു. ആ കാൽസ്യം ഓക്സൈഡാണ് സിലിക്കൺ ഡൈ ഓക്സൈഡിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്യും. നമുക്ക് അയണിനെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അയൺ പൈററ്റിസിൽ നിന്ന്. അയൺ ഏതിൽ നിന്നാണ്? നമ്മൾ ഹേമറ്റൈറ്റും കാർബൺ മോണോക്സൈഡ് എവിടെ നിന്നാണ് ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കോക്കിൽ നിന്ന് അല്ലേ. കോക്കും അതുപോലെ തന്നെ നമ്മുടെ കോക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കമ്പൈൻ ചെയ്ത് അവിടെ കാർബൺ മോണോക്സൈഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഹേമറ്റൈറ്റും കാർബൺ മോണോക്സൈഡും തമ്മിൽ പ്രവർത്തിച്ച് അയൺ സെപ്പറേറ്റഡ് ആവുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് നമുക്ക് ആ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത കാൽസ്യം ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ ഗ്യാങ്ങിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. പിന്നെ ഗ്യാങ്ങും നമ്മൾ ഫ്ലക്സ് അവിടെ യൂസ് ചെയ്യുന്ന കാൽസ്യം ഓക്സൈഡാണ്. ഗ്യാങ്ങും ഫ്ലക്സും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? സ്ലാഗായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ സ്ലാഗും നമുക്ക് ആ ഒരു ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ഒരു സ്ലാഗും കിട്ടുന്നുണ്ട്. സ്ലാഗ് എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ് സ്ലാഗ്? ഇത് കാൽസ്യം സിലിക്കേറ്റ്. അപ്പോൾ അത് കാൽസ്യം സിലിക്കേറ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ എന്താണ് അവിടുത്തെ സ്ലാഗാണ്. അപ്പോൾ സ്ലാഗും കിട്ടുന്നു, അയണും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. പിന്നെ നമുക്ക് ഈ കിട്ടുന്ന അയണിനകത്ത് എന്തുണ്ട്? 4% ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. ഇത്രയാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയ് സ്റ്റീൽസ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽസിൻ്റെ അലോയ്സ് ഉണ്ട് അല്ലേ. സ്റ്റീൽസിൻ്റെ അലോയ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീൽസിൻ്റെ ലോഹസങ്കരങ്ങളുണ്ട്. സോ അലോയ് സ്റ്റീൽസ് ആർ പ്രിപ്പയർഡ് ബൈ ആഡിങ് അതർ മെറ്റൽസ് ടു സ്റ്റീൽ. സ്റ്റീലിനകത്ത് വേറെ മെറ്റൽസ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന അലോയ്സ് എന്ന് പറയും. നമ്മൾ കടയിലൊക്കെ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ അവർ പറയും ഇത് എന്താണ്, ഇത് അലൂമിനിയം ആണ് അല്ലെങ്കിൽ സ്റ്റീലാണ്, ഇത് അലോയ് ആണെന്ന് പറയാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ പാരൻസിനോടൊക്കെ ചോദിച്ചാൽ പറയാം അവർ അലോയ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, സോ അലോയ് എന്ന് പറയുമ്പോൾ എന്താണ്? അലോയ്ക്കകത്ത് വേറെ മെറ്റൽസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റീലാണ് നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്ന സാധനമാണെങ്കിൽ അതിലെന്ത് ചെയ്യും? വേറെ മെറ്റൽസ് ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ അലോയ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നോക്കേ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓക്കെ, ഹാവ് യു ഹേർഡ് അബൌട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ എലമെൻറ്റ്സ് 69 എൻ്റെ ടേബിളുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് പറയാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ ആണ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അത് ഹാർഡാണ്. ഓക്കെ, ദെൻ ഫോർ ദ മാനുഫാക്ചർ ഓഫ് യൂട്ടൻസിൽസ്, ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? ഫോർ ദ മാനുഫാക്ചർ ഓഫ് യൂട്ടൻസിൽസിൽ പാർട്സ് ഫോർ വെഹിക്കിൾസിൻ്റെ പാർട്സിലും അതുപോലെ തന്നെ യൂട്ടൻസിൽസിൻ്റെ മാനുഫാക്ചറിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അൽനിക്കോ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എലമെൻറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ സ്റ്റീലിനകത്ത് വേറെ എലമെൻറ്റ്സ് മെറ്റൽസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ അൽനിക്കോ അയൺ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇത്രയാണ് അതിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് നേച്ചറാണ്
ആണ്. സോ ഫോർ ദ മാനുഫാക്ചർ ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്, മാഗ്നറ്റിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ മാനുഫാക്ചറിനാണ് നമ്മൾ അൽനിക്കോ യൂസ് ചെയ്യുന്നത്. ദെൻ നിക്രോം കണ്ടെയ്ൻസ് അയൺ, നിക്കൽ, ക്രോമിയം ആൻഡ് കൊബാൾട്ട്. ഹൈ റെസിസ്റ്റൻസ്, നല്ല റെസിസ്റ്റൻസ് ഉള്ളതാണിത്. ഫോർ മേക്കിംഗ് ഹീറ്റിംഗ് കോയിൽസ്, റെസിസ്റ്റൻസ് കൂടിയത് കൊണ്ട് തന്നെ ഇതിനെ ഹീറ്റിംഗ് കോയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് we have mainly discussed the industrial production of iron. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള മെത്തേഡ്സ് നമുക്കറിയാം. ലെവിഗേഷനും ഹൈഡ്രോളിക് വാഷിങ്ങും റോസ്റ്റിങ്ങും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അയണിനെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അയൺ എന്ന് പറയുന്ന മെറ്റലിനെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയ് സ്റ്റീൽസ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി, സിമ്പിളാണ്. ഓക്കെ, സോ ഇനി നമുക്കൊരു പോർഷനും കൂടെ ഈ ചാപ്റ്ററിലുണ്ട്. ദർ ഇസ് വൺ പോർഷൻ റിമൈൻ ടു കംപ്ലീറ്റ്. നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.